വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്നു. പക്ഷേ അങ്ങനെ നിസ്സാരമായിട്ടിരുന്ന് ഭരിക്കാമെന്നൊന്നും വിചാരിക്കേണ്ട. ഒരുപാട് പ്രതിസന്ധികൾ വി ഡി സതീശന്റെ മുന്നിലുണ്ട്. വി ഡി സതീശ് പക്ഷേ ഇത് രാഹുൽ ഗാന്ധിയുടെ ഒരു പരാജയമായിട്ട് കാണാൻ കഴിയുമോ? ഈ ലീഗ് വിജയിച്ചു, രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടു എന്നുള്ളത്. അല്ല, അങ്ങനെ തന്നെയാണ് കാണേണ്ടത്. കാരണം ഇപ്പോൾ വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാനായിട്ട് ഇന്നത്തെ നിലയ്ക്ക് കോൺഗ്രസിൽ ഏറ്റവും യോഗ്യൻ സതീശനാണെന്നുള്ള എനിക്ക് സംശയമൊന്നുമില്ല. കാരണം സതീശന്റെ എന്നാണ് പടം നയിച്ചത്. ആ പടം നയിച്ച ആൾ തന്നെയാണ് ശരിക്കും നായകനാകേണ്ടത്. അക്കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പക്ഷേ ഇതിനകത്ത് മറുവശമുള്ളത് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും നെറികെട്ട രാഷ്ട്രീയം, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബോധമില്ലായ്മയായിരുന്നു ഇതിന്റെ ചർച്ചയിൽ 11 ദിവസം തിളങ്ങി നിന്നത്. ശരിക്കതാണ്. അത് ഇവിടെ മാത്രമല്ല, മധ്യപ്രദേശിൽ അദ്ദേഹം കാണിച്ചത് എങ്ങനെയാണ്, അദ്ദേഹം അത് തന്നെയാണ് ഇവിടെ ഹരിയാനയിൽ കാണിച്ചത് എങ്ങനെയാണ്, ഹിമാചൽ പ്രദേശിൽ കാണിച്ചത് എങ്ങനെയാണ്, രാജസ്ഥാനിൽ കാണിച്ചത് എങ്ങനെയാണ്, കർണാടകത്തിൽ കാണിച്ചത് എങ്ങനെയാണ്. അതേ നയം തന്നെയാണ് അദ്ദേഹം കേരളത്തിൽ ഉദ്ദേശിച്ചത്. കേരളത്തിൽ നിന്നുള്ള സംഘടനാ സെക്രട്ടറി ആയിരിക്കുന്ന കെ സി വേണുഗോപാലിനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് മുഴുവൻ കേരളവും വീണ്ടും ഭരിക്കാനുള്ള ശ്രമമായിരുന്നു രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നത്. ആ നീക്കം പൊളിഞ്ഞു എന്നുള്ളതാണ് പ്രശ്നം. അതിന് ഏറ്റവും വലിയ പങ്കുവഹിക്കുന്നത് മുസ്ലിം ലീഗാണ് കേരളത്തിൽ. ഇന്നിപ്പോൾ കേരളത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കോൺഗ്രസിന് യാതൊരു അധികാര കാര്യങ്ങളില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കോൺഗ്രസിലേക്ക് ഇപ്പോൾ ഒരാൾ ചേർന്നു എന്നിരിക്കട്ടെ, അയാൾ എവിടേക്ക് ആദ്യം പോകേണ്ടത്? എവിടേക്കാ അയാൾ ആദ്യം പോകണം? പാണക്കാടേക്ക് പോകണം. അയാൾ പാണക്കാട് പോയിട്ട് തങ്ങളെ കണ്ടിട്ട് അവിടെ നിന്ന് ബിരിയാണി കഴിച്ച് അവിടെ നിന്ന് എമ്പക്കവും ഇട്ടുകൊണ്ട് തിരിച്ച് അയാൾക്ക് ഇന്ദിരാഭവനിൽ പോകേണ്ട ആവശ്യമേ ഇല്ല. കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റിനെ കാണേണ്ട ആവശ്യമേ ഇല്ല. ഇവരൊക്കെ കാണേണ്ട മുസ്ലിം ലീഗുകാരെയാണ്. ഇത് കൃത്യമായിട്ട് തിരിച്ചറിയാവുന്ന ആളാണ് വി ഡി സതീശൻ, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്. അതുകൊണ്ട് അദ്ദേഹം തെരഞ്ഞെടുപ്പിന് മുന്നേയും പിന്നെയും എക്കാലത്തും ആശ്രയിച്ചത് കോൺഗ്രസ് നേതൃത്വത്തെ അല്ല. കാരണം കോൺഗ്രസ് നേതൃത്വം എന്ന് പറഞ്ഞാൽ ഒരു വമ്പൻ പരാജയമാണ്. അതിനകത്ത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരാളുണ്ട്. പിന്നെ വളരെ പ്രായാധിക്യം കൊണ്ട് ചിഹ്നന്റെയൊക്കെ അസുഖമുള്ള ഒരാളാണ് മല്ലികാർജ്ജുൻ ഖാർഗെ. എനിക്കൊണ്ട് അദ്ദേഹത്തിന് ഈ ഒരു പ്രായം കഴിഞ്ഞാൽ പ്രായാധിക്യമെന്ന് തന്നെ അവർക്ക് പഴയ കാലത്ത് പറയാൻ ചിഹ്നന്റെ അസുഖം ഉണ്ടാകുന്ന പറയുക. അങ്ങനെയുള്ള അസുഖമുള്ള ആളാണ് മല്ലികാർജ്ജുൻ ഖാർഗെ. എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ തരത്തിൽപ്പെട്ട ചില ആളുകൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് കോൺഗ്രസിനെ ഏറ്റവും വലിയ പതനത്തിലേക്ക് എത്തിച്ചത്. ഒരു സ്വാഭാവികമായിട്ടുള്ള പതനം കോൺഗ്രസിന് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് കേരളത്തിന് മോചനമില്ല, അതായിരുന്നു വസ്തുത. പക്ഷെ അതിൽ നിന്നൊരു മാറ്റം വരുത്തിയത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ ഒരു കടുംപിടുത്തം പിടിച്ചിരുന്നു. കേരളത്തിൽ മുഖ്യമന്ത്രിയാണെങ്കിൽ ഞങ്ങളെ പിന്തുണയ്ക്കുന്ന വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവണം, കെ സി വേണുഗോപാൽ ഞങ്ങൾ അംഗീകരിക്കില്ല. ഇപ്പൊ നമുക്ക് ഇതിനകത്ത് രാഷ്ട്രീയത്തിൽ രണ്ട് കാര്യങ്ങൾ മനസ്സിലായി എന്നുള്ളതാണ്. ഒന്ന്, മുസ്ലിം ലീഗിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും കേരള രാഷ്ട്രീയത്തിൽ അപ്രമാദിത്വം ബോധ്യമായി. അതൊന്ന്. രണ്ടാമതൊന്നുണ്ട്, കേരള രാഷ്ട്രീയത്തിലെ ചില ചീള് കേസുകളൊക്കെ ഉണ്ട്. NSS, സുകുമാരൻ നായർ, ഇയാൾ ഇവിടെ ആരാ മൈൻഡ് ചെയ്യുന്നേ? സുകുമാരൻ നായർ ഇന്നിപ്പോൾ ആരും മൈൻഡ് ചെയ്യാത്തൊരവസ്ഥയിലാണ്. സുകുമാരൻ നായർ ലീഗിനെതിരായിട്ട് പറഞ്ഞ് അവസാനം ഇന്നലെ സുകുമാരൻ നായർ ആളൊക്കെ ഇട്ട് പഞ്ഞിക്കിട്ട്. കാരണം സുകുമാരൻ നായർ ഇത് പറയാൻ സുകുമാരൻ നായർ ആരാന്ന് ചോദിച്ചത്. കാരണം മുസ്ലിം ലീഗ് ഒരു മതേതര ജനാധിപത്യ പ്രസ്ഥാനമാണ്, മറിച്ച് ഈ പറയുന്ന ജാതി പ്രസ്ഥാനത്തിന്റെ ആളെന്ന് പറഞ്ഞാൽ ഒരു അടുത്ത വർഗീയവാദിയാണ് സുകുമാരൻ നായർ. പക്ഷെ സുകുമാരൻ നായർക്ക് മാത്രം അത് മനസ്സിലാവുന്നില്ല. സമാനം തന്നെയാണ് ഒരാള് അവിടെ കണിച്ചുള്ളരെങ്കിൽ ഇരുന്നുകൊണ്ട് മറ്റേ ആളുകൾ തെറി പറയുന്ന ഒരാളുണ്ട്, മറ്റേ വെള്ളാപ്പള്ളി നടേശൻ. അയാൾ എല്ലാത്തിലും ഭരിക്കാൻ തീരുമാനിക്കുകയാണ്. അവസാനം വെള്ളാപ്പള്ളി നടേശന്റെ കാര്യം എന്തായി? വെള്ളാപ്പള്ളി നടേശൻ വി ഡി സതീശനെതിരാണ്, മറ്റവർക്കെതിരാണ് എന്നൊക്കെ പറഞ്ഞ് ലീഗിനെതിരായിട്ടൊക്കെ ചീത്തയൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെയാണെന്ന്. അവസാനം വെള്ളാപ്പള്ളി നടേശനെ ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകൾ പോലും ബഹുമാനിക്കാത്ത രീതിയിൽ തരം താഴ്ന്നു എന്നുള്ളതാണ് വസ്തുത. ഇന്ന് കേരളത്തിൽ സർക്കാർ ഉണ്ടാക്കുന്നതിൽ SNDPക്ക് യാതൊരു പങ്കുമില്ല. ഇത് ശ്രീനാരായണ ഗുരുദേവനും അല്ലെങ്കിൽ കുമാരനാശാനും TK മാധവനും നയിച്ച ഒരു മറ്റേ ശ്രീനാരായണ പ്രസ്ഥാനമല്ല ഇന്നിപ്പത്. ഇന്ന് മറിച്ച് വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള തരം താഴ്ന്ന ചില ആളുകൾ നയിക്കുന്ന പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് കേരള രാഷ്ട്രീയത്തിലെ NSSും SNDP ചിത്രത്തിലേ ഇല്ല. ഇന്നലെ ഞാൻ ചില ചാനലുകളിൽ ചർച്ച കണ്ടു. ആ ചാനലിൽ ചർച്ച കണ്ടപ്പോൾ ഇവർ രണ്ടുപേരും വർഗീയവാദികളാ. NSS വർഗീയവാദിയാണ്, SNDP വർഗീയവാദിയാണ്. അവർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, വർഗീയ പ്രസ്ഥാനങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. മറിച്ച് അതിനെ എതിർക്കുന്ന ആളുകൾ ആരൊക്കെയാണ്? മുസ്ലിം ലീഗ്, ജമാഅത്തെ ഇസ്ലാമി, SDPI തുടങ്ങിയിരിക്കുന്ന മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ടാണ് കേരളത്തിലെ ചാനലുകൾ അടക്കം ചർച്ച ചെയ്യുക. ഇതിൻ്റെയൊക്കെ അർത്ഥം കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ ഏത് വഴിയിലേക്കുള്ള പോക്കാണ് കേരളം പോകുന്നത്. അത് അത്യന്തം ഭീകരമാണ്. വളരെ ഭയാനകമായിട്ടുള്ളൊരു പോക്കാണ് പോവുക. നേരത്തെ എന്നോട് ചോദിച്ചല്ലോ, വി ഡി സതീശനെ സംബന്ധിച്ച് കാര്യങ്ങൾ സുഗമമാവുമോ? സുഗമമാവാൻ വളരെ പ്രയാസമാണ്. കാരണം കേരളത്തിന്റെ സാമൂഹ്യ, രാഷ്ട്രീയ, സാമ്പത്തിക നിലവച്ച് നോക്കുന്ന സമയത്ത് UDF കൊടുത്തിരിക്കുന്ന വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ പ്രയാസമാണ്.
കോടിക്കണക്കിന് റുപ്യ വേണം അതിന് വേണ്ടിയിട്ട്. ഒരു മാസവും വേണം. ഈ പറയുന്ന പണം സംഭരിക്കാനായിട്ടുള്ള യാതൊരു മാർഗങ്ങളും കേരള സർക്കാരിനെ സംബന്ധിച്ചുണ്ടാവാൻ വഴിയില്ല. ഒരുപക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും അനുയോജ്യനായിരിക്കുന്ന ആള് വി ഡി സതീശനാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പക്ഷേ മറിച്ച് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തില് കോൺഗ്രസ് പ്രസ്ഥാനം എന്നേക്കുമായിട്ട് ഇല്ലായ്മ ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ അവസാനത്തെ മുഖ്യമന്ത്രിയായിട്ട് വി ഡി സതീശനെ മാറ്റുമെന്നുള്ളതാണ് എൻ്റെ സംശയമുള്ളത്. കാരണം കേരളം വലിയൊരു പതനത്തിലേക്കാണ്. സാമ്പത്തികമായിട്ടുള്ള സ്ഥിരതയില്ല, സാമ്പത്തികമായിട്ടുള്ള വരുമാനങ്ങളില്ല, വലിയൊരു പതനത്തിലാണ് കേരളത്തിന്റെ അവസ്ഥയുള്ളത്. അങ്ങനെയുള്ള സ്ഥലത്താണ് സ്ത്രീകൾക്ക് മുഴുവൻ KSRTC ബസ്സിൽ സൗജന്യ യാത്ര, 25 ലക്ഷം രൂപ വരേക്ക് ലോൺ കൊടുക്കും, 5 ലക്ഷം വരേക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ നടപ്പിൽ വരുത്തും. എന്നിത്യാദി നടക്കാൻ സാധ്യമല്ലാത്ത, അല്ലെങ്കിൽ എല്ലാ കുട്ടികൾക്കും 1000 രൂപ 3000 എത്രയാണ് കൊടുക്കുക, അവർക്ക് കൊടുക്കാവുന്ന, കുട്ടികൾക്ക് കൊടുക്കാവുന്ന സ്റ്റൈപ്പൻഡ് പെൺകുട്ടികൾക്ക് മുഴുവൻ, അതുപോലെ തന്നെ പ്രതിമാസം കൊടുക്കാവുന്ന സുരക്ഷാ പെൻഷൻ 3000 രൂപ വെച്ചിട്ട് അത് വേറെ കൊടുക്കുന്നത്. എവിടെ നിന്നാണ് ഈ പണം സംഭരിക്കുക? എവിടെ നിന്നാണ് ഈ പണം ഉണ്ടാക്കുക? ഏതെങ്കിലും സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുമായിട്ട് ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടോ? കേരളത്തിന്റെ വരുമാനം എത്രയാണ്? കേരളത്തിന്റെ ചെലവ് എത്രയാണ്? ഈ ചെലവുകൾ കൂട്ടാൻ വേണ്ടി തീരുമാനിക്കുന്നവര് അവസാനം സാധാരണ നിലയ്ക്ക് ചെയ്യാവുന്നത് ഇത് മുഴുവൻ കേന്ദ്ര സർക്കാർ തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വേണമെങ്കിൽ കരയാം. ഈ കരച്ചിലും ഒരിക്കലും കേരളത്തിന് എവിടെ എത്തിക്കാൻ വേണ്ടി പോകുന്നില്ല. കേന്ദ്രത്തിനോട് കരഞ്ഞു പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കേരളത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കണം, ഇവിടെയുള്ള കാർഷിക രംഗം പുഷ്ടിപ്പെടണം, ഇവിടെയുള്ള വാണിജ്യ രംഗം വളരണം, ഇവിടെ വ്യവസായ രംഗം കുറച്ചുകൂടി മെച്ചപ്പെടണം. അങ്ങനെയൊരു സാഹചര്യം ഉണ്ടാക്കാവുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷം അത് കേരളത്തിലുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ മനസ്സിലാക്കുന്നത് അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് ആര് വന്നാലും ഈ ആളുകളെ സംബന്ധിച്ചത് എളുപ്പമല്ല. അപ്പൊ ഇനിയിപ്പോൾ അതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ടാണോ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു എന്നറിയില്ല, വി ഡി സതീശനാക്കിക്കോളൂ, ഒരു വലിയൊരു കഷ്ടകാലമാണ് കേരളത്തിൽ വരാൻ വേണ്ടി പോകുന്നത്, നിങ്ങളുടെ ആയിരിക്കുന്ന KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കേണ്ട, അങ്ങനെ പറഞ്ഞിട്ടാണോ എന്നറിയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് കൃത്യമായിട്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ കടുംപിടുത്തം അവരാണ് തീരുമാനിച്ചത്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരാകണം തീരുമാനിച്ചത് ലീഗാണ് തീരുമാനിച്ചത്. ആ ലീഗിന്റെ തീരുമാനത്തിന് ജമാഅത്തെ ഇസ്ലാമിയാണ് തീരുമാനിച്ചത്. ലീഗിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും തീരുമാനത്തിന് കോൺഗ്രസിന്റെ സെൻട്രൽ നേതൃത്വം, അതിന് ഇന്നലെ ഏറ്റവും വളരെ അത്ഭുതകരവും രസകരവുമായ സംഭവം ഉണ്ടായിരുന്നു. വലിയ പോസ്റ്റുകളൊക്കെ അവിടെ DCC ഓഫീസിന്റെ മുമ്പിൽ നിരന്നിരുന്നു. അതായത് പ്രിയങ്ക ഗാന്ധിയോടും രാഹുൽ ഗാന്ധിയോടും പറഞ്ഞു, നിങ്ങളുടെ അമേഠിയായിരിക്കും ഈ പറയുന്ന വയനാട് എന്ന് പറഞ്ഞാൽ, അമേഠിയിലെ പോലെ നിങ്ങൾ ഇവിടെ നിന്ന് മത്സരിച്ച് നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ തോൽക്കാനുള്ള സാധ്യതയാണ് വരുന്ന തെരഞ്ഞെടുപ്പിനകത്തുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്കിഷ്ടമുള്ള ആളെ നിങ്ങൾ മുഖ്യമന്ത്രി ആക്കിയിട്ടുണ്ടെങ്കിൽ വയനാടുകാരിത് അംഗീകരിക്കില്ല, നിങ്ങളെ അംഗീകരിക്കില്ല. അതുവരെയ്ക്കും 10-15 ദിവസമായിട്ട് മിണ്ടിയിരുന്നില്ല ഈ ചേട്ടന്മാരൊന്നും. ഈ ചേട്ടനോ ചേട്ടത്തിമാരൊന്നും ആരൊന്നും മിണ്ടിയിരുന്നില്ല. രാഹുൽ ഗാന്ധി മിണ്ടിയിരുന്നില്ല, അമ്മയായിട്ടുള്ള സോണിയാഗാന്ധി മിണ്ടിയിട്ടില്ല, സഹോദരിയായിട്ടുള്ള പ്രിയങ്ക ഗാന്ധി മിണ്ടിയിട്ടില്ല. അവരൊക്കെ മിണ്ടാനും നടപടിയെടുക്കുവാനൊക്കെ കാരണം പ്രധാനമായിട്ടത് ഈ വരുന്ന തെരഞ്ഞെടുപ്പ് അവരുടെ വാട്ടർലൂ ആണെന്നുള്ള സംശയമാണ്. സർ, പക്ഷെ ഒരു കാര്യമുള്ളത്, ലീഗിന് 22 സീറ്റേ ഉള്ളൂ. എന്തായാലും UDFന് ലീഗിനെ മാറ്റി നിർത്തിയാൽ 9 സീറ്റുണ്ട്. പിന്നെ ഭയക്കേണ്ട കാര്യമുണ്ടോ? നിരവധി കാരണങ്ങളുണ്ട്. കാരണം ലീഗ് ഇടതുപക്ഷത്ത് പോയി നിൽക്കട്ടെ, ആരൊക്കെ കൂടെ പോവുക? പ്രേമേന്ദ്രന്റെ RSP അവരുടെ കൂടെ പോകാൻ സാധ്യതയുണ്ട്. PG ജോസഫിന്റെ കേരള കോൺഗ്രസ് അവരുടെ കൂടെ പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ആരുടെ ബാക്കിയുള്ള ആരോളെ? CPI വേണമെങ്കിൽ പോകും. CPI ഇവരെല്ലാം കൂടെ ഒന്നിച്ചേർന്നുണ്ടോ ഭരിക്കുക? അങ്ങനെ UDFനകത്തുള്ള ഘടകകക്ഷികളിൽ പലരും ലീഗിന്റെ കൂടെ നിൽക്കുന്നവരാണ്. നമുക്കൊന്ന് മനസ്സിലാക്കാവുന്നത്, KM മാണിയുടെ മകനായിട്ട് ജോസ് കെ മാണിയും ജോസഫുമായിട്ടുള്ള ടൈപ്പ് എത്താൻ വേണ്ടിയിട്ട് ആരാ പരിശ്രമിച്ചത്? മുസ്ലിം ലീഗാണ് പരിശ്രമിച്ചത്. എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിന് കേരളത്തിലെ UDFന്റെ ഘടകകക്ഷികൾക്കിടയ്ക്ക് കോൺഗ്രസിനേക്കാൾ കൂടുതൽ സ്വാധീനമുണ്ട്. അവർ കോൺഗ്രസ് പറയുന്നവരും കേൾക്കില്ല. ഇപ്പൊ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കും, ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിനകത്ത് 10-15 ദിവസമായി എന്നുള്ള തർക്കത്തില് എല്ലാ ഘടകകക്ഷികളും അഭിപ്രായം പറഞ്ഞ്, ഷിബു ബേബി ജോൺ വരെ അഭിപ്രായം പറഞ്ഞു. ചെറിയ പാർട്ടിയാ, അവര് വരെ അഭിപ്രായം പറഞ്ഞു. എന്ന് വെച്ചാൽ അവർക്കൊക്കെ കോൺഗ്രസിന്റെ കെടുകാര്യസ്ഥതയില് ഈ പറയുന്ന അനങ്ങാപ്പാറ നയത്തിനകത്ത് വളരെ എതിർപ്പുണ്ട്. ഈ എതിർപ്പ് അവരെല്ലാവരും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ലീഗ് ഇടതുപക്ഷത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ 35ന്റെ കൂടെ നമ്മൾ കണക്കൂട്ടും, 35ഉം 22ഉം ചേർന്ന് 57 ആവുള്ളൂ എന്ന് കണക്ക്. 57 അല്ല വരിക, 73ന്റെ കണക്കാണ് പറയുക. ഈ 73 പേര് അവിടെ ഇടതുപക്ഷത്ത് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വീണ്ടും പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവും. ഇത് തന്നെയായിരുന്നു ഇന്നലത്തെ ഭീഷണി. ലീഗുകാരൻ കൃത്യമായിട്ട് കുഞ്ഞാലിക്കുട്ടി രാഹുൽ ഗാന്ധിയോട് അദ്ദേഹത്തിന് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞത്,
നിങ്ങൾ ആരെങ്കിലും മുഖ്യമന്ത്രിയെ തീരുമാനിച്ചോ, നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങളുടെ തീരുമാനത്തിന് കൂടെ ഞങ്ങൾ ഉണ്ടാവില്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ തരത്തിൽപ്പെട്ട ഭീഷണിക്ക് രാഹുൽ ഗാന്ധി വഴങ്ങി എന്നുള്ളതാണ് ചിത്രം. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഒരിക്കലും വി ഡി സതീശനെ അക്സെപ്റ്റ് ചെയ്യാൻ സാധ്യമല്ല. കാരണം രാഹുൽ ഗാന്ധി പറയുന്ന മണ്ടത്തരങ്ങളൊക്കെ അതേപടി തൊടാതെ കണ്ട് വിഴുങ്ങുന്നൊരു സ്വഭാവം സതീശനുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് സതീശന് സ്വന്തമായിട്ടുള്ള അഭിപ്രായമുണ്ട്. ഈ അഭിപ്രായ രൂപവൽക്കരണത്തിൽ മുസ്ലിം ലീഗിന് വലിയ പങ്കുണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ലീഗ് അതിശക്തമായ രീതിയിൽ താങ്കളുടെ സീറ്റ് പോലും നഷ്ടപ്പെടുമെന്ന് രാഹുൽ ഗാന്ധിയോടും സഹോദരി പ്രിയങ്ക ഗാന്ധിയോടും മുഖത്ത് നോക്കി ഇന്നലെ പറഞ്ഞു എന്നാണ് ഞാൻ കേട്ടത്. അത് ശരിയാണെങ്കിൽ അങ്ങനെ ഭയന്ന് വിറച്ച ആളുകളാണ് കോൺഗ്രസ് നേതൃത്വം. ഇപ്പൊ ഈ പറയുന്ന രാഹുൽ ഗാന്ധി ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ധരിക്കുന്നവർ വലിയ വലിയ ആളുകളുടെ ആവശ്യമൊന്നുമില്ല. ഇത് ചുമ്മാ ചീള് കേസ് ഇതെല്ലാം. ഈ ചീള് കേസ് അതിൻ്റെ പേരിൽ ഇതിനെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് കുഞ്ഞാലിക്കുട്ടി വിചാരിച്ച സാധിക്കും, മുനീർ വിചാരിച്ച സാധിക്കും, സമദാനി വിചാരിച്ച സാധിക്കും. എന്തിനു പറയണം, നമ്മുടെ KM ഷാജി വിചാരിച്ചാൽ മതി. ഷാജി വിളിച്ചിട്ട് രാഹുൽ ഗാന്ധിയുടെ മുഖത്ത് നോക്കിയിട്ട് താങ്കൾ ഈ വയനാട് തോറ്റു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തോറ്റുപോകും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഭയം. അമേഠിയിലോ ഞാൻ പണ്ട് തോറ്റു, ഇനി ഇവിടെ കൂടി തോക്കാൻ വേണ്ടി പാടില്ല, എൻ്റെ സഹോദരി ഇവിടെ തോക്കാൻ വേണ്ടി പാടില്ല. തൻ്റെ സഹോദരിയെ ജയിപ്പിക്കണം എന്നുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ മാത്രം പിന്തുണ പോരാ, ലീഗിൻ്റെ പിന്തുണ എനിക്ക് അത്യാവശ്യമാണ്. ആ പച്ചക്കൊടിയും പിടിച്ചുകൊണ്ടുള്ള അല്ലാതെ കണ്ട് കോൺഗ്രസിന് ഒരിക്കലേക്കും കേരളത്തിൽ നിന്ന് അവിടെ പാർലമെന്റിലേക്ക് പ്രിയങ്ക ഗാന്ധിക്ക് പോകാൻ സാധ്യമല്ല എന്നുള്ള ഉത്തമ ബോധ്യം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചുണ്ട്. ആ രാഹുൽ ഗാന്ധിയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വി ഡി സതീശന് മുമ്പിൽ മുട്ടുമടക്കി സതീശനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള പ്രഖ്യാപനം അവസാന നിമിഷത്തിലാണെങ്കിലും ഉണ്ടാകാനുള്ള കാരണം ഈ പറയുന്ന ഭീരുത്വത്തിൻ്റെ മുട്ടുമടക്കലിൻ്റെ കൃത്യമായ ഉദാഹരണമാണെന്ന് കാണാൻ സാധിക്കും.